കൃഷിമേഖലയിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു വികസനമാണ് നാടിന് ആവശ്യമെന്ന് കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മണത്തിക്കണ്ടത്തിൽ കോതമംഗലം ബിഷപ്പ് ഹൗസിൽ നടന്ന സംസ്ഥാന സർക്കാരിന്റെ പൗരപ്രതികരണം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു വികസനമാണ് ആവശ്യമെന്നും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പരസ്പരം പഴിചാരാതെ ഒന്നിച്ചു നിന്ന് വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടതെന്നും കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ പറഞ്ഞു. ഏറ്റവും പ്രധാനമായിട്ട് ഈ പ്രദേശത്തിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവരെ സഹായിക്കാൻ സാധിക്കുക. അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഒന്നത്. രണ്ട്, കാർഷിക വിളകളുടെ വില ഇല്ലായ്മയും അത് ജനങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത് കൊണ്ട് കൃഷിയിൽ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. അത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൃഷിയിൽ നിന്ന് ജനങ്ങൾ മാറിപ്പോകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷ്യവസ്തുക്കൾക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഓർക്ക ചെയ്തത് ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ വരുന്നില്ല എങ്കിൽ നമ്മളെല്ലാം പട്ടിണിയിലാവും. കാരണം ഇവിടെ കാര്യമായ കൃഷിയൊന്നുമില്ല, പണ്ടങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഈ കൃഷിയുടെ മേഖലയിൽ വളരെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു വികസനമാണ് ആവശ്യമെന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ കാർഷിക വിളകള് അത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് അത് എന്തുള്ളത് അങ്ങനെ പ്രോഡക്ട്സ് ആയിട്ട് അത് ഉത്പാദിപ്പിക്കാൻ സാധിക്കും. ഉത്പാദിപ്പിക്കുന്നത് കാർഷിക അല്ല ഇതിങ്ങനെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി എടുക്കുകയാണെങ്കിൽ അതിന് വിപണന സാധ്യത പുറത്തേക്ക് അയക്കാൻ പറ്റും, അതിനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒത്തിരിയേറെ നമുക്ക് അതിൽ നിന്നും സാമ്പത്തികമായ നേട്ടമുണ്ടാകും. കോതമംഗലം ബിഷപ്പ് ഹൗസിൽ നടന്ന സംസ്ഥാന സർക്കാരിന്റെ പൗരപ്രതികരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ നിന്നും അഭിപ്രായ ശേഖരണം നടത്തിക്കൊണ്ട് ആന്റണി ജോൺ MLA പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരു പ്രവർത്തനം ഒരു ഗവൺമെന്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വീടുകളിലും ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 85,000-ലേറെ വോളണ്ടിയർമാർ, സന്നദ്ധ പ്രവർത്തകർ, അവർക്ക് കൃത്യമായി പരിശീലനം കൊടുത്തുകൊണ്ട് മുഴുവൻ വീടുകളിലും അവർ കടന്നു ചെന്നുകൊണ്ട് സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ അത് ശേഖരിച്ചുകൊണ്ട് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ്, ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. ഹൈസ കറി പൗഡർ, the taste of royalty.